വളരെ ഇപ്പോ നിയമസഭയിൽ ഒരു ഐക്യത്തിന്റെ സന്ദേശം അന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ഉണ്ടായില്ല എന്നൊരു വിമർശനം വന്നു. അതുപോലെ പിന്നീട് നടത്തിയ റെയ്ഡുകളിൽ വലിയ രാഷ്ട്രീയം കലർത്തി എന്ന വിമർശനം രണ്ടു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. UDF LDF പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറെ കൂടി ഐക്യത്തിന്റെ സന്ദേശം കൊടുക്കേണ്ട സമയമായോ അതോ അവിടെയും അതല്ല അതിനപ്പുറത്തേക്ക് പൊളിറ്റിക്സ് കലരുന്നു എന്ന ആക്ഷേപം ശരിയാണോ? ഞാൻ സൂചിപ്പിച്ചല്ലോ, 2022 കൊണ്ടുവന്നത് ഓൺ റെക്കോർഡാണ്, എടുത്തു നോക്ക്. ഞങ്ങൾ പറഞ്ഞത് പൂർണ്ണ പിന്തുണയാണ്. കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കംപ്ലീറ്റ്. പക്ഷെ അനക്കൊണ്ടായില്ലെന്ന് മാത്രമല്ല, ഞാൻ പറയല്ലോ ഓരോ വർഷം കൂടുന്നതിന്റെ നെറ്റ്വർക്ക് വിപുലമാണ്. 2024-25 ആയപ്പോഴേക്കും നമുക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻസ് നേരത്തെ പറഞ്ഞതുപോലെ ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. 2025 അഗ്രസീവായി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് അതിന് രാഷ്ട്രീയം. സർക്കാരിനെ വിമർശിച്ച എങ്ങനെ രാഷ്ട്രീയമാണ്? സർക്കാർ നടപടി എടുക്കുന്നില്ല, എൻഫോഴ്സ്മെന്റ് നടപ്പാക്കുന്നില്ല എന്ന കാര്യം വച്ചുകൊണ്ട് വളരെ അഗ്രസീവായിട്ട് സർക്കാർ വിമർശിച്ചു. നടപടി ഉണ്ടായല്ലോ, അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഈ ആക്ഷൻ എപ്പോഴേ ചെയ്യേണ്ട ആക്ഷനാണ്, അത് ചെയ്യാം. പിന്നെ ഈ ക്യാമ്പസുകളിൽ ഞങ്ങൾക്ക് നേരത്തെ ഞാനൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു 2022 മുതൽ. പൊളിറ്റിക്കൽ പേട്രണേജ് കേരളത്തിലെ ഡ്രഗ് മാഫിയയ്ക്ക് ഉണ്ട്. നിങ്ങൾക്കത് പരിശോധിച്ചറിയാം. അത് ഞാൻ പറയാൻ കാര്യം, രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കരുത്. കാരണം ഈ ലോക്കലെല്ലാം ഈ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. ഒരു കാരണവശാലും അത് കൊടുക്കരുത്. അത് ചെയ്ത് പല സ്ഥലത്തും അത് ശീലമായി. അതുകൊണ്ടാണ് 2-3 സ്ഥലങ്ങളിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയത്. വിദ്യാർത്ഥി സംഘടനകൾ ശ്രദ്ധിക്കണം. SFI മാത്രമല്ല, KSU ശ്രദ്ധിക്കണം, MSF ശ്രദ്ധിക്കണം. അവർക്കൊക്കെ ഇപ്പൊ ഞാൻ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ KSU യൂണിറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സമ്മതിക്കില്ല ഈ പരിപാടി. പ്രബലമായ വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസിലുണ്ടെങ്കിൽ ക്യാമ്പസിൽ ഒരു സപ്ലയറും കയറുമോ? ഇല്ല, ഒരു സപ്ലയറും കയറില്ല. മുട്ടുവരയ്ക്കും കയറാൻ വേണ്ടിയിട്ട്. അവരോടല്ലേ ഫൈറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിൻ്റെ അകത്ത് പൊളിറ്റിക്സ് പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാ. അതിന്റെ മാറ്റം ഉണ്ടാവട്ടെ, പറയാതെ പോകണ്ട എല്ലാം. അപ്പൊ അങ്ങ് വീണ്ടും കാണാം നമ്മള്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത് നമ്മള് 14 ജില്ലയും സഞ്ചരിച്ചിട്ട് അങ്ങേ വിളിക്കാം. ഓക്കെ, താങ്ക് യു. ഉഷാറായിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോ പ്രിയപ്പെട്ട ഒരു ഐക്യത്തിന്റെ സന്ദേശം പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടായി. അത് വളരെ പ്രോആക്റ്റീവ് ആണ്. അങ്ങേയറ്റത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ വിമർശിക്കുന്നത് നല്ലതിന് വേണ്ടിയാ, അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. പ്രസക്തമാണ്. അല്ല, പ്രചാരണ പരിപാടി അവർ നമ്മളെ ഏൽപ്പിച്ചേക്കട്ടെ. നമ്മൾ ഒരു ചാർജും ചെയ്യാതെ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഉപാധിരഹിതമായി സർക്കാരിനെ മാത്രമല്ല, ഈ 30 ദിവസങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കും.